നമസ്കാരം. ഇന്ന് പുതിയൊരു ലിസ്റ്റ് കൂടി എൽ ജി എസിൻ്റെ വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയുടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 59.33 അപ്പോൾ 59.33 ഉള്ളവരും അതിലും മുകളിലുള്ളവരും മെയിൻ ലിസ്റ്റിലും 59.33 തൊട്ട് താഴത്ത് കുറച്ച് പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിലുമായിട്ടാണ് ലിസ്റ്റ് മുഴുവനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ എക്സാം നടന്നത് 23/11, അതായത് നവംബർ 23 കഴിഞ്ഞ വർഷം 2024 നടന്നത്. മെയിൻ ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ അനുസരിച്ചാണ്, ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ആ നമ്പർ വരുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് പൗസ് ചെയ്ത് ചെക്ക് ചെയ്യാം. സ്പീഡ് കുറച്ചിട്ടിട്ട് നിങ്ങൾക്ക് പൗസ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റോൾ നമ്പർ അതിലെവിടെയാണ് എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടാവും, മെസ്സേജ് വന്നവർക്കായിരിക്കും ഉള്ളത്. അപ്പോൾ സപ്ലിമെൻ്റ് ലിസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. ഈഴവ, തിയ, ബിലവ എന്ന് പറയുന്ന സപ്ലിമെൻ്റ് ലിസ്റ്റ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വരുന്നുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബും മുസ്ലിമും, അതേപോലെ ആംഗ്ലോ ഇന്ത്യൻ ലാറ്റിൻ കത്തോലിക്ക്, OBC, പിന്നെ വിശ്വകർമ്മ, SIC നാടാർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി, ധീവര, ഹിന്ദു നാടാർ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, പിന്നെ ലിസ്റ്റ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് 4% റിസർവേഷൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് വീഡിയോ ഒന്ന് സ്ലോയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന് എണ്ണം 648 പേരുടെ സാമാന്യം വലിയൊരു മെയിൻ ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് 674 പേരുടെ ഒരു സപ്ലിമെൻ്റ് ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഡിഫറൻ്റ്ലി ഏബിൾ ലിസ്റ്റിൽ 28 പേര്, അങ്ങനെ മൊത്തം 1350 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെന്ന് ഓർത്തിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിപ്പോയി എന്ന് കരുതി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിലും സാധ്യതകളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുവാണ്. എത്രത്തോളം നിയമനം മുന്നോട്ട് പോകാമെന്നുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിയമനം മുന്നോട്ട് പോയേക്കാം. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ ഇത്രയും പേരാണ് 648, 674 എന്നുള്ള ഒരു റേഷ്യോ പ്ലസ് 28. അപ്പോൾ ആ ഒരു രീതിയിൽ 59.33 മാർക്ക് എന്നുള്ള ഒരു ചെറിയ കട്ട് ഓഫ് മാർക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി അങ്ങോട്ട് നിങ്ങൾ സപ്ലിമെൻ്റ് ലിസ്റ്റിലാണ്, നിങ്ങൾ വർക്ക് ഇതിലുണ്ടാവുമോ, ജോലി കിട്ടുമോ എന്നുള്ള സംശയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ജോലി കിട്ടുമോ എന്നല്ല, നിങ്ങളത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വേക്കൻസി റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം തുടരുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ മറ്റ് എക്സാംസിൻ്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേപോലെ ഇനി എക്സാംസ് എഴുതി പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് അല്ല. ലിസ്റ്റിൽ വന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിത്തം അവസാനിപ്പിക്കുക എന്നുള്ള രീതി പാടില്ല. നിങ്ങൾ ലിസ്റ്റിൽ ഇനിയും മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക, പഠിത്തം മറ്റും മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിച്ചതിൽ നിങ്ങൾ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ മെയിൻ ലിസ്റ്റാണെങ്കിലും സപ്ലിമെൻ്റ് ലിസ്റ്റാണ്, നിങ്ങൾ മുന്നോട്ട് പഠിത്തം കൊണ്ടുപോവുക. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ഹാജരാകാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ റാങ്ക് വരും വരെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുക. മറ്റ് എക്സാംസ് ഉണ്ടെങ്കിൽ അതിന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ എന്ത് വീഡിയോ പറയാനുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മറ്റ് കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മറ്റുള്ള ജില്ലകളുടെയും മറ്റും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കുക. അതേപോലെ അതിൻ്റെ ലിസ്റ്റിൽ എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക. നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.